എന്തേ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം ഇരിക്കുന്നുണ്ടെന്നാണ്. എന്തായാലും നല്ല കേട്ടോളി, 25 വരുന്നുണ്ടല്ലോ. ഒരാൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവൻ്റെ മേൽ ദാരിദ്ര്യത്തിൻ്റെ 70 വാതിൽ തുറക്കും. ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാണ് എന്നതിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, മനസ്സിലാകുന്നത് വരെ ഞാൻ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി. എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിഷയമുണ്ട്. 25,000 സക്കാത്ത് കിട്ടിയെന്ന് വിചാരിക്കുക. 25,000 നേരം വെളുത്തേക്കിന് സുബീൻ്റെ മുമ്പ് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെ അടുത്തും പോയിട്ട് 50 ഉറുപ്പ്യ വാങ്ങി കുറച്ച് പൈസ കിട്ടി. ആ പൈസക്ക് ഇങ്ങനെ കിട്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നുങ്ങാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് എണ്ണിങ്ങാണ്ട് അങ്ങനെ മനസ്സിൽ പറയും, പടച്ചോനെ ഇക്കൊല്ലത്തെ 25,000 ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പടച്ചോനെ കായ് വളരെ കുറവായിരുന്നു, അടുത്ത കൊല്ലത്തെ 25,000 കുറച്ച് തോനക്കായ് തരണേ അല്ലാ. ഓൻ്റെ കൽബിലുള്ള ആഗ്രഹം എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25,000 എന്നെ തെണ്ടിയാക്കണേ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ ഓനെ നേരെ തിരിച്ചാഗ്രഹിച്ചാൽ, പടച്ചോനെ ഈ കൊല്ലത്തെ 25,000 എനിക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് കായ് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് ദ്വാരന്നിരുന്നെങ്കിൽ എന്താ അള്ളാഹ്ക്ക് നമുക്ക് തരാൻ പാടില്ല എന്ന് വല്ല വാശിയുണ്ടോ? ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുമുറിയൊന്നുമല്ല. ബർക്കത്ത് നമ്മളുള്ള ബർക്കത്ത് നമ്മൾ കളയണ തന്നെയാണ്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത്. എന്താ മൗലവിയാവാൻ ആഗ്രഹിച്ച വല്ല പ്രശ്നമുണ്ടോ? അള്ളാഹുവേ 3 സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പെരിന്തരണേ പഠിച്ചോനേന്ന് മൂപ്പര ദ്വയണത്. ഉംറക്ക് പോയിട്ട് അവിടുന്ന് ദ്വരക്ക 3 സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പെരയും. അള്ളാൻ്റെ അടുത്ത് 10 സെന്റ് ഇല്ലല്ലോ എനിക്ക് തരാൻ. ആരോടെ ഈ ദ്വരക്കണേ? 10 സെന്റ് ഇല്ലാത്തവനോടാ ദ്വരക്കണേ. എന്താ ഒരു 10 സെന്റ് സ്ഥലം അതിലൊരു 2 നിലയുള്ള പെരയും മുറ്റത്തൊരു കാറൊക്കെ ആഗ്രഹിച്ചാൽ വരിക? ആഗ്രഹിച്ചാലേ കിട്ടൂ, അല്ലാത്ത കിട്ടൂല. കൽബിൻ്റെ ആഗ്രഹത്തെയാണ് ദുആ എന്ന് പറയണത്. കൽബിൻ്റെ ആഗ്രഹം ദുആയിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പം എന്തേ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ അവൻ ആഗ്രഹമുണ്ട് എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട്. ഞാൻ സാധുവായാൽ മതി എന്നൊരു ചിന്ത അവൻ്റെ അടുത്തുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഒരിക്കങ്ങനെ ആ മണ്ണാർക്കാട് ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ ഒപ്പം ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരാൾ ഖുതുബോദിനൊരു പള്ളിയിൽ കയറി അസർസ്കരിക്കാൻ. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞപ്പോൾ മൂപ്പര് വേഗം ഓടി വന്നിട്ട് മുന്നിലുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ ആൾ വന്നു. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫൈസി എന്നോട് പറഞ്ഞു, ഞങ്ങളെ മഹലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും മൂപ്പര് മുമ്പന്തിയിലുണ്ടാവും, നിങ്ങൾ മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കണം, മൂപ്പർക്ക് ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളും കൂടി നീച്ചിട്ട് പറഞ്ഞു, ഒരു ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ ഈ ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇത്ര അഭിമാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കല്യാണ നിശ്ചയത്തിന് പോയിട്ടേ ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ മൂപ്പര് വിചാരം ഇതെന്തോ വലിയ സർട്ടിഫിക്കറ്റാണ് എന്നാണ്. മധുരമില്ലാത്ത ചായ കല്യാണ നിശ്ചയത്തിന് പോകാനുള്ള യോഗ്യതയാണ് അത് എന്നാണ് മൂപ്പര് വിചാരം. ഞാൻ എന്തങ്ങോട്ട് പറഞ്ഞത്, രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാകുന്നതിൽ അഭിമാനം കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്. 8 ദിവസം ആശുപത്രിയിലായിരുന്നു, കോഴിക്കോട് ഡാഷ് ആശുപത്രിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവതരണം കേട്ടാൽ മൂപ്പര് വല്ല കുവൈത്ത് നിന്ന് വരികയാണെന്ന് അപ്പോൾ പറഞ്ഞത് തോന്നും. ആശുപത്രി കടന്ന് ഇത്ര വലിയ അഭിമാനമുള്ള കാര്യമാണ്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നുണ്ട് എന്ന ഒരു പ്രശ്നമിരിക്കുന്നു.
ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത് എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട ദുആ. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഏത് റമദാൻ മാസത്തിലാണോ എനിക്ക് സക്കാത്തിന്റെ അവകാശം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പ്രസംഗിച്ചത്, ആ റമദാന് ശേഷമാണ് ആദ്യമായി സ്വന്തമായി കാർ വാങ്ങിയത്. ഞാനൊരു സത്യങ്ങളോട് പറയണത്, ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു രഹസ്യം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബറക്കത്തിന്റെ വഴികൾ നമുക്ക് മുമ്പിൽ നമ്മൾ തുറക്കണം. ബറക്കത്തില്ലായ്മയുടെ വഴികൾ തുറക്കരുത്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത് എന്നർത്ഥം. സമയത്തിൽ ബറക്കത്തുണ്ട്. സമയത്തിലെ ബറക്കത്ത് പ്രഭാതത്തിലാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പ്രഭാതത്തിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് വലിയ ബറക്കത്തേക്കാരം. 4 വിഭാഗക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ്. 4 കൂട്ടക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. ഒന്ന് സ്വാലിഹീങ്ങൾ. ഏതൊരു നല്ല മനുഷ്യനെടുത്ത് പരിശോധിച്ച് നോക്കി, ഒരു ഔലിയപ്പാപ്പാനെ, ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളെ, ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാവിലെ നേരത്തെ ഇച്ചിന് ആളേക്കാരം. സുബൈക്ക് നീച്ചാതെ കടന്നുറങ്ങുന്ന ആളിൽ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട് ഉണ്ടാവില്ല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഒന്ന്. രണ്ടാമത്തേത്, പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ചില ഗുരുക്കന്മാരും അവരെ തുടർന്ന ആളുകളും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കും. പാരമ്പര്യശീലം. മുസ്ലിങ്ങളാവണമെന്നില്ല, അല്ലാതെ തന്നെ പാരമ്പര്യശീലം വെച്ച് പോരുന്നവർ. ഗുരു നിത്യചൈതന്യതി ഉദാഹരണം, രാവിലെ 4 മണിക്ക് ക്ലാസ് ആരംഭിക്കുമായിരുന്നു. 8 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. 8 മണി കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്ന ഒരാൾക്ക് സംശയത്തിന്റെ മറുപടി പോലും പറഞ്ഞു കൊടുക്കൂല. പിറ്റേന്ന് രാവിലെ 4 മണിക്ക് വരാൻ പറയും. പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ പാരമ്പര്യമായി അങ്ങനെ ശീലമുള്ളത്. 3ഉം 4ഉം അത്ഭുതമാണ്. 3ാമത്തെ കൂട്ടരും 4ാമത്തെ കൂട്ടരും അത്ഭുതമാണ്. 3ാമത്തെ ആരാന്നറിയങ്ങള്? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ. ചെറിയ എല്ലാ കുട്ടികളും ഉണരുന്നത് സുബഹിന്റെ അല്പം മുമ്പായിരിക്കും. പെരയില് കുട്ടിയുള്ളവർക്ക് ഇന്ന് പോയിട്ട് അലാറം വെച്ചിട്ട് നീച്ചിട്ട് നോക്കാം. അലാറം വെച്ചാലേ നമ്മൾ നീച്ചുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇന്ന് പോയിട്ട് നോക്കാം. സുബഹിന്റെ മുമ്പ് ഉണരും. തൊട്ടിലിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന ഏത് കുട്ടിയും ഉണരും സുബഹിന്റെ മുമ്പ്. കുട്ടികൾ പെരയിലുള്ളവർ ഇന്ന് പോയിട്ട് നോക്കിക്കോളി. എല്ലാ കുട്ടികളും. എന്താ കാരണം? അള്ളാഹു കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഏർപ്പെടുത്തുന്നു എന്നതാണ് കാരണം.